പൊതുവെ ഉള്ളൊരു പരാതിയാണ് മോട്ടിവേഷൻ കിട്ടുമ്പോൾ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ബൂസ്റ്റ് ആവും. അത് ഒന്നോ രണ്ടോ ദിവസം നമ്മൾ നിലനിൽക്കും, പിന്നെ ആദ്യം പഴയതേ രീതിയിലേക്ക് കൊണ്ടുപോകും. ഇതിൽ ആരുടെയും കുറ്റമല്ല. കാരണം വളരുന്ന സാഹചര്യം, വളരുന്ന നെഗറ്റിവിറ്റി ഉള്ള കൾച്ചർ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെയും ആ രീതിയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും, അതായത് നമ്മുടെ മൊബൈലിന് ചാർജ് ചെയ്യുന്ന പോലെ നമ്മുടെ പോസിറ്റിവിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള റീചാർജുകൾ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റി ഒരു കാര്യം പറയാം. അതിന് 3-4 കാര്യങ്ങൾ നമ്മൾ പിന്തുടർന്നാലേ അല്ലെങ്കിൽ നടത്തിയാലേ അത് നടക്കുള്ളൂ. ഒന്നാമത്, ഇങ്ങനെയുള്ള ബുക്സുകൾ കൂടുതൽ വായിക്കുക. ബുക്സുകൾ കൂടുതൽ പോസിറ്റീവ് ടൈപ്പുള്ള പ്രചോദനം തരുന്ന ബുക്സുകൾ അറ്റ്ലീസ്റ്റ് ചുരുങ്ങിയത് 10 പേജസ് എങ്കിലും ഒരു ദിവസം വായിക്കുകയാണെങ്കിൽ ഒരു 15 ഡേയ്സ് കൊണ്ട് ഒരു 150 പേജും കവർ ചെയ്യാൻ പറ്റും. അങ്ങനെ ബുക്സുകൾ വായിക്കുന്നതും നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി നോളജ് ശേഖരിക്കാനും നമ്മുടെ പോസിറ്റീവ് വൈബിലേക്ക് നമ്മളെ കൊണ്ടുപോകാനും പറ്റും. രണ്ടാമത്, ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യുക. മിങ്കിൾ വിത്ത് സച്ച് ടൈപ്പ് ഓഫ് പീപ്പിൾ ഹു ആർ ഗിവിങ് പോസിറ്റീവ് വൈബുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളും ആ രീതിയിലേക്ക് ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഓട്ടോമാറ്റിക്കലി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മൂന്നാമത്, നമ്മൾ വീഡിയോസ് കാണുക. ഇങ്ങനെയുള്ള ഇപ്പം നമ്മൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാലും ഒത്തിരി മലയാളം ആയാലും ഇംഗ്ലീഷിലായാലും ഒത്തിരി ടൈപ്പ് യൂട്യൂബിലും പോസിറ്റീവ് ടൈപ്പ് വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ വീഡിയോസും ഇത് നമ്മളെ കൂടുതൽ ഈ രീതിയിലേക്ക് നമ്മളെ വൈബ് ഉണ്ടാക്കാനുള്ള വഴികളാണ്. നാലാമത്, നമ്മൾ വളരുന്ന സാഹചര്യം, അതായത് ഈ പോസിറ്റീവ് വൈബുള്ള ഏരിയയിലാണെങ്കിൽ, അതായത് നമ്മൾ ഓട്ടോമാറ്റിക്കലി എപ്പോഴും പോസിറ്റീവ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് വളരുന്ന കൂടെയുള്ളവരും അതേ പോസിറ്റീവ് വൈബുള്ള ആളായിരിക്കും, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സറൗണ്ടിങ്സിലായിരിക്കും നമ്മൾ ജീവിക്കപ്പെടുക. ഓട്ടോമാറ്റിക്കലി അവരുടെ തന്ന പോസിറ്റിവിറ്റി നമ്മൾക്കും ഓട്ടോമാറ്റിക്കലി നമ്മൾ പോസിറ്റീവ് ആക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താണ് കൊടുക്കുന്നത് അത് നമ്മൾക്ക് കിട്ടും. അപ്പം 4 തരത്തിൽ, അതായത് ഒന്ന്, നമ്മൾ ബുക്സുകൾ വായിക്കുക. രണ്ടാമത്, അങ്ങനെയുള്ള വീഡിയോസുകൾ യൂട്യൂബിലും മറ്റും വെച്ച് കാണുക. മൂന്നാമത്, നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകിക്കൊണ്ടിരിക്കുക. മൂന്നാമത്, നമ്മൾ കൊടുക്കുന്ന പോസിറ്റീവ് കാര്യമായതുകൊണ്ട് തന്നെ പോസിറ്റീവ് വൈബുള്ള ആൾക്കാരുടെ ഒരു സറൗണ്ടിങ്സ് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നമ്മൾക്ക് പോസിറ്റിവിറ്റി കിട്ടാനുള്ള വഴിയിലേക്ക് കൊണ്ടുപോകും. ഇങ്ങനെയുള്ള 3-4 കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഉറപ്പായിട്ടും നമ്മൾക്കൊരു പോസിറ്റിവിറ്റി ഉണ്ടാക്കുകയും ചെയ്യും, നമ്മൾ ആ പോസിറ്റീവ് വൈബിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അതുകൊണ്ട് മറക്കരുത്, ഇതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്യുക. ബുക്സുകൾ വായിക്കുക, അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകുക, അങ്ങനെയുള്ള വീഡിയോസുകൾ കാണുക. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു വൈബുള്ള ആൾക്കാർ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി കൊടുക്കുമ്പോൾ അങ്ങനെയുള്ള വൈബുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് പ്രചോദനം തരും. നിങ്ങൾ അഥവാ ഒന്ന് ഡൗൺ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ നിങ്ങൾക്ക് പ്രചോദനം തരും. അങ്ങനെ അത് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും.